ഇനി ഉള്ളിയും മുളകും എല്ലാം കൂടി ഇട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇട്ട് മുളകും ഉള്ളിയും അതുപോലെ തന്നെ അപ്പോൾ നമ്മളിന്നൊരു കുക്ക് ചെയ്യാനുള്ളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കഞ്ഞി വയ്ക്കാൻ പോവുകയാണ്. കഞ്ഞി വയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ചെമ്പാവ് അരി എടുത്തിട്ടുണ്ട്, അതുപോലെ വയണയില, അതുപോലെ ഒരു സവാള, പിന്നെ ഉപ്പ്, പിന്നെ ഇത് മുളകാണ് ഇതിനകത്ത്, പിന്നെ ഒരു പപ്പടം. നമ്മൾ ഇത്രയിട്ടാണ് ഇന്ന് നമ്മൾ കഞ്ഞി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഞ്ഞി വെച്ച് ഇത് ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണ് നോക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിട്ടൊന്ന് ഈ ഉള്ളിയും വയണയിലയും പപ്പടവും എല്ലാം മുളകും എല്ലാം ഇട്ടിട്ട് നമുക്കൊരു കഞ്ഞി വെച്ച് നോക്കാം. അങ്ങനെ നമ്മൾ ഈ കലത്തിലിട്ടാണ് നമ്മൾ കഞ്ഞി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇതാണ് നമ്മൾ അടുപ്പ് നേരത്തെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിറവെടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് തീ വെച്ച് കൂട്ടണം. അപ്പോൾ തീ വെച്ച് കൂട്ടിയിട്ട് നമുക്ക് അരിയെല്ലാം കഴുകി ഇതെല്ലാം വെട്ടിയിട്ട് നമുക്ക് കഞ്ഞി വെച്ച് അതിനെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തീ കത്തിക്കാം. വേനൽ സമയമായതുകൊണ്ട് കരുവിലൊക്കെ നല്ല ഉണങ്ങി കിടക്കുന്നതാണ്, അതുകൊണ്ട് നമ്മൾ കരുവില വെച്ച് കത്തിച്ചാൽ മതി. കരുവിലയിൽ കത്തിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ചുള്ളികളൊക്കെ ഒടിച്ച് വെച്ച് തീ കത്തിച്ചെടുക്കാം. അടുപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്ത് ഈ പാളയിലോട്ട്, നമ്മളിതിന് വേറെ പാത്രമൊന്നും എടുത്തില്ല, പാളയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പാളയിലോട്ട് നമുക്കിതെല്ലാം അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ അരി എടുത്ത് നമുക്ക് കഴുകണം. പാളയിൽ വെച്ച് അരി കഴുകിക്കൊണ്ട് നമുക്ക് കലത്തിൽ വെള്ളം വെച്ച് അടുപ്പത്ത് വയ്ക്കാം. അരി കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകി എടുക്കണം. നന്നായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് ഇനി കലത്തിൽ നമ്മൾ വെള്ളം എടുത്തില്ല, കലത്തിൽ വെള്ളം നമ്മൾ ഇനി എടുക്കുള്ളൂ. അരി കൈ കൊണ്ട് വെച്ചതിന് ശേഷം കലത്തിൽ വെള്ളം എടുക്കാം. ഒന്നുകൂടി ഒന്ന് വൃത്തിയായിട്ട് കഴുകി എടുത്ത് കൊണ്ടുപോകാം. അങ്ങനെ നമ്മൾ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോയി നമുക്കിതിനെ അടുപ്പത്തിടാം. നന്നായിട്ട് കഴുകി എടുത്ത് നമ്മളിതിനെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതിന് കഞ്ഞിയുടെ കൂട്ടത്തിലുണ്ട മറ്റ് സാധനങ്ങൾ വെച്ച് അതിനടുത്തായിട്ട് നമ്മളിതിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിനി കലത്തിൽ വെള്ളം എടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത് കലത്തിൽ വെള്ളം എടുത്തിട്ട് വരാം. ഇതിൽ അരിയിടാനുള്ള വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇത്രയും വെള്ളമാണ് അതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം തിളയ്ക്കണ സമയം കൊണ്ട് നമുക്ക് ഇതിലിടാൻ പോകുന്ന സാധനം പപ്പടം, വയണയില, ഉള്ളി, സവാള ഉള്ളി, മുളക് ഇതെല്ലാം നമുക്ക് വെട്ടി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേന് വെള്ളം തിളയ്ക്കും. ഇതെല്ലാം എടുത്തിട്ട് വന്നതിന് ശേഷം അരി അടുപ്പത്ത് ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് കഞ്ഞിയുടെ കൂട്ടത്ത് ഇട്ടെല്ലാം വേവിച്ച് എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. പപ്പടത്തിന് വെള്ളത്തിലിട്ട് പപ്പടം നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. പപ്പടത്തിൽ പൊടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കഴുകി എടുത്ത് തുടച്ചെടുത്താൽ മതിയായിരുന്നു. സാധാരണ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് തുടച്ചാണ് എടുക്കുന്നത്. നമ്മളിതിപ്പം വെള്ളത്തിലിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇനി ഉള്ളി ചെത്തിയെടുക്കണം. നമുക്ക് ഉള്ളി ചെത്തിയെടുക്കാം. ഉള്ളി നമുക്കിങ്ങനെ ഇതെടുക്കാം, ചെത്തി ഇങ്ങനെ കീറി അരിഞ്ഞിങ്ങനെ എടുക്കാം.
അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മുളകെല്ലാം തൊഴിച്ച് അതുപോലെ ഇതെല്ലാം നെട്ടെല്ലാം നമ്മൾ കളയേണ്ട സാധനമെല്ലാം കളഞ്ഞതിന് ശേഷം ആ മുളകും അതേപോലെ നമ്മൾ ഇപ്പോൾ ഉള്ളി അരിഞ്ഞ പോലെ മുളകും കൂടി നമ്മൾ അരിഞ്ഞിടും. ഇതിനകത്തിടണം. ഇതൊക്കെ ഇതായിട്ട് ഇങ്ങനെ കയറി ഇട്ടാൽ മതി. നമ്മൾ മുളകും കയറിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ വയണയില എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പം ചുടാനൊക്കെ ബെസ്റ്റ് ഇലയാണിത്. നമ്മൾ വയണയിലയിൽ അപ്പം ചുടുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ വയണയില ഇങ്ങനെ കീറി മുറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് പപ്പടം നമ്മൾ വെള്ളം കൂട്ടിയത് കൊണ്ട് തന്നെ പപ്പടം ഇങ്ങനെ കിടക്കത്തുള്ളൂ. പപ്പടവും കൂടി നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പപ്പടവും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. മുളകും ഉള്ളിയും അതുപോലെ തന്നെ വയണയിലയും പപ്പടവും എല്ലാം നമ്മൾ ഉള്ളിയെല്ലാം അരിഞ്ഞ് കഴുകി എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി അരി അടുപ്പത്തിടണം. എന്നിട്ട് ഇത് അടുപ്പത്തിടണം. അരിയുടെ കൂട്ടത്ത് ഇതിടണം. അപ്പോൾ നമുക്ക് പോവാം. വെള്ളം തിളച്ചില്ല, വെള്ളം തിളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. ശരിയാവുന്നില്ലേ? അങ്ങനെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച അരി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടച്ചു വെച്ചിട്ട് നല്ല തിളച്ച അരി തിളച്ച് വരുമ്പോഴത്തേന് നമ്മൾ നേരത്തെ വെട്ടി വെച്ച ഉള്ളിയും വയണയിലെല്ലാം കൂടി ഇതിനകത്ത് ചേർത്ത് നിർത്തി വേവിച്ചെടുക്കണം. നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വയണയില, ഉള്ളി, മുളക് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഇതേപോലെ പൂണ്ടെടുക്കണം. പൂണ്ടെടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞങ്ങ് ഇട്ടാൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ ഇത്രയും തേങ്ങയാണ് അതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിനെ ഈ തേങ്ങ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് നമ്മൾ തേങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇത്രയും തേങ്ങ മതിയാവും. ഓക്കെ, ഇതുകൂടെ നമുക്കിനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഉള്ളിയുടെ കൂട്ടത്ത് നമ്മൾ വെച്ചിട്ട് ആ കൂട്ടത്ത് ഒരുമിച്ച് ഈ തേങ്ങയും കൂടെ നമ്മൾ നമ്മുടെ കഞ്ഞിയിലോട്ട് ഇട്ട് കൊടുക്കും. അരി തിളച്ചിപ്പോൾ ഒരു അര വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ വെട്ടി വെച്ച ഉള്ളി മുളകെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അരി തിളച്ചിട്ടുണ്ട്. അരി തിളച്ചപ്പോൾ അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മൾ വെട്ടി വെച്ച ഉള്ളിയും മുളകും എല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി മുളക് എടുത്തതും തേങ്ങയെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കഞ്ഞിയിലോട്ട് നമുക്ക് ഇപ്പം കഞ്ഞി ഇത്രയും തിളച്ചതുകൊണ്ട് തിളച്ച ഈ കഞ്ഞിയിലോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം വേവുന്നേരം നമുക്ക് അടച്ചു വെച്ച് നല്ല നിർത്തി ഇതിനെ കഞ്ഞിയായിട്ട് വേവിച്ചെടുക്കാം. ഇതെല്ലാം ഇട്ടിട്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന്
ഇളക്കി കൊടുക്കണം. അത് നല്ല ഇനി നമുക്ക് ഉപ്പിടാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഇട്ടിട്ട് ഉപ്പാണ് ഇനി നമ്മൾ അടുത്തിടേണ്ടത്. അങ്ങനെ നമുക്ക് ഉപ്പുപൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് നിർത്തി വേവിച്ചെടുക്കണം. ഏകദേശം മതിയാവും. നമുക്ക് അടച്ചു വെച്ച് ഈ തീയിൽ നിർത്തി നന്നായിട്ട് വേവിച്ചതിനെ കുറുക്കിയെടുക്കണം. കഞ്ഞിനെ വേവിച്ച് നമ്മൾ കുറുക്കിയെടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ സാധനവും ഇട്ട് നമ്മൾ ഇത് കഞ്ഞി അടുപ്പത്ത് വെച്ച് അരി അടുപ്പത്തിട്ട് ഇതെല്ലാം സാധനമെല്ലാം ഉള്ളി സാധനമെല്ലാം ഇട്ടിട്ട് നമ്മളെല്ലാം അടുപ്പത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇനി ഒരു നന്നായിട്ട് വേവുന്നത് വരെ, വെള്ളം കുറച്ച് വറ്റുന്നത് വരെ നമ്മൾ നിർത്തി വേവിച്ചിട്ട് ഇറക്കി നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ആ വേവുന്നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കഞ്ഞിയിൽ വെള്ളം ഒത്തിരി കുറഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ ശകലം വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒഴിച്ച വെള്ളം എല്ലാം വറ്റിപ്പോയി. അപ്പോൾ നമുക്ക് വേവുന്നേരം ഇനി വെള്ളം തിളച്ച് വേവുന്നേരം വെയിറ്റ് ചെയ്യാം. പാള കഴുകി എടുത്തിട്ടുണ്ട്. പാളയും കഴുകി എടുത്തിട്ട് നമുക്ക് പാളയിൽ കഞ്ഞി കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വയണയിലെ ഉള്ളി എടുത്തിട്ട് നമ്മൾ വേവിച്ച കഞ്ഞി എങ്ങനെയുണ്ട് നമ്മൾ കഴിച്ച് നോക്കാൻ പോവുകയാണ്. നമ്മളെന്തായാലും ഇന്ന് ഇവിടെ ഒരു ഈറക്കാടാണ് നമ്മുടെ ഈ സ്ഥലം. ഈ ലൊക്കേഷൻ നല്ലൊരു ഈറക്കാട്ടിനകത്താണ്. നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ ഈറയില കൊണ്ട് നമ്മൾ ഒരു വീട് വയ്ക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇതിന് മുമ്പ് ഒരു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ വേണി കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ആ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ പാളയിലോട്ടാണ് നമ്മളിങ്ങനെ 3 പാള നമ്മളിവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ 3 പാളയിലോട്ട് നമ്മളിപ്പോൾ കഞ്ഞി ഒഴിച്ച് കൊടുക്കും. നമ്മൾ കഞ്ഞിയുടെ വെള്ളം ഈ പാളയിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഈ പാളയിൽ കഞ്ഞി ഇങ്ങനെ കോരി ഇപ്പോൾ ഈ വെള്ളം നിൽക്കാത്തത് കൊണ്ട് വലിയ പാടായിരിക്കും. നമ്മുടെ മുളകിൻ്റെയും വയണയിലരെയും ഉള്ളിയുടെയും എല്ലാത്തിൻ്റെയും മണം ഇങ്ങനെ എടുത്ത് വരുന്നുണ്ട്. നല്ലൊരു സെറ്റ് മണം, നല്ല സൂപ്പർ മണം വരുന്നുണ്ട്. ആ മണം അടിക്കുമ്പം തന്നെ എല്ലാം കൂടി എടുത്ത് തിന്നാനാണ് കഴിക്കാനാണ് തോന്നുന്നത്. ഈ ഉള്ളിയും മുളകും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് മിക്സ്ഡ് കഞ്ഞി വെച്ച കഞ്ഞി നമ്മൾ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട്. നമ്മൾ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. എന്തായാലും കൊള്ളാം. ഉച്ച സമയത്ത് ക്ഷീണം മാറാനായിട്ട് നല്ലൊരു ഇതാണ് ഈ കഞ്ഞി ഇങ്ങനെ വെച്ച് കുടിക്കുന്നത്. നല്ലതാണ്.